ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. അപ്പൊ ഇന്ന് നമ്മളൊരു അടിപൊളി പ്ലേലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുവാണ്. എനിക്ക് കുറെ ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കോമ്പിനേഷൻസ്. സോ അതില് ആദ്യത്തെ റെസിപ്പിയാണ് നല്ല അടിപൊളി പാലപ്പവും ഉള്ളി റോസ്റ്റും ആണ്. സോ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്ത് നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു തവ അടുപ്പത്ത് വെക്കുക. ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്യുക. വെളിച്ചെണ്ണ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് തന്നെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഹോൾ സ്പൈസസ് ആഡ് ചെയ്യാം. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് പെരിഞ്ജീരകം, ഒരു ഏലക്ക, ഒരു ചെറിയ 2 പീസ് കറുവപ്പട്ടയാണ്. നിങ്ങൾക്ക് ചിലവർക്ക് ഇഷ്ടം കടുക് പൊട്ടിക്കുന്നതാണ്. സോ അതും നമുക്കിവിടെ ചെയ്യാവുന്നതാണ്. ഞാൻ യൂഷ്വലി അത് ഉപയോഗിക്കാറില്ല. അതിനുശേഷം നന്നായി വൃത്തിയാക്കിയിട്ടുള്ള കുറച്ച് കറിവേപ്പില ആഡ് ചെയ്തിട്ടുണ്ട്. ഫ്രഷ് കറി ലീവ്സ് ആണ് കുറച്ചും കൂടെ നല്ലത്. ശേഷം നമ്മുടെ സ്റ്റാർ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള ഒനിയൻ, സവോള, നല്ല വലിയൊരു സവോളയാണ് എടുത്തിട്ടുള്ളത്. അഥവാ വലുതല്ലെങ്കിൽ നിങ്ങൾക്ക് 2 മീഡിയം സൈസ് സവോള എടുക്കാവുന്നതാണ്. പിന്നെ എപ്പോഴും പറയുന്നത് നമ്മൾ ഇതൊരു ഗോൾഡൻ കളർ ആക്കണം, ഒരു ടേസ്റ്റ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ ആദ്യം തന്നെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടാണ് ഇളക്കുന്നത്. സോ ദാറ്റ് അത് പെട്ടെന്ന് തന്നെ വഴണ്ട് വരാൻ വേണ്ടിയിട്ട്. ഇനി ഈ സവോള ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു 1 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും തന്നെ നമുക്ക് അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്യാവുന്നതാണ്. നമ്മളൊരു 10 അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും എടുത്ത് ക്രഷ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അപ്പവും ഈ ഉള്ളി റോസ്റ്റും എന്ന് പറയുന്നത്. സോ ആ ഒരു കോമ്പിനേഷൻ തന്നെ ഫസ്റ്റ് കാണിക്കാൻ പറ്റിയത് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. സോ അതിലേക്ക് നമ്മൾ ഇനി പൗഡർ ഫോം ഇടുന്നത് ടർമറിക് പൗഡർ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടിയും ഗരം മസാലയും മാത്രമാണ് നമ്മൾ ഇത്രയും ആഡ് ചെയ്തിട്ട് ഇനി അതിന്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പൊ ഞാൻ എപ്പോഴും പൊടി ചേർക്കുമ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാനാണ്. നിങ്ങളൊരു ബിഗിനർ ആണ്, ആദ്യമായിട്ടാണൊക്കെ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗ്യാസ് ഒന്ന് ഓഫ് ആക്കിയിട്ട് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാം. സോ ദാറ്റ് അത് നമ്മൾ കരിഞ്ഞു പോകത്തില്ല. നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു ആ പച്ചമണത്തിൽ നിന്ന് മാറി ഒന്ന് കുക്കായ ഒരു മണം നമുക്ക് കിട്ടും. സോ അതുവരെ എന്ത് ചെയ്യാൻ നിങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 1 മീഡിയം സൈസ്ഡ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഈ തക്കാളി നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പം തക്കാളിയും ഈ ഉള്ളിയും ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഇവിടെ. അത് നല്ല റോസ്റ്റ്. അപ്പം നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക വെച്ചാൽ നമ്മുടെ ഉള്ളി അരിഞ്ഞത് അത് നന്നായിട്ട് വഴണ്ടിട്ടുണ്ടാവണം, ഒരു ഗോൾഡൻ കളർ വന്നിട്ടുണ്ടാവണം. അപ്പോഴാണ് നമുക്ക് കൂടുതൽ ടേസ്റ്റ് വരുന്നത്. ഇനി നമ്മൾ ആ തക്കാളി ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് അടച്ചു വെക്കുക. കുറച്ച് നേരം വേണം, ഒരു 5 മിനിറ്റ്സ് വേണം. സോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇളക്കി കൊടുക്കാൻ മറക്കരുത്, പെട്ടെന്ന് നമ്മൾ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. സോ ഒരു 1 മിനിറ്റ് കഴിയുമ്പോഴത്തേനൊന്ന് ആ ഒരു ലിഡ് തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ശേഷം വീണ്ടും വെക്കുക. അപ്പൊ എനിക്കാണെങ്കിൽ ഈ കോമ്പോസ് ഭയങ്കര ഇഷ്ടമാണ്. ചില റെസിപ്പീസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും, ഓഫീസൊക്കെ ഉള്ളവർക്കിലേക്ക് ഇന്ന് ഉണ്ടാക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പൊ നമുക്ക് നേരത്തെ ഒരു കോമ്പിനേഷൻ കിട്ടുവാണെങ്കിൽ ഭയങ്കര അടിപൊളിയാണ്. സോ അങ്ങനെയാണ് ഞാൻ ഈ ഒരു പ്ലേലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കുന്നത്. അപ്പൊ ഇതിലേക്ക് ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് കറി ലീവ്സ്, എങ്കിലും ഫ്രഷ് ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള കുറച്ചൊരു പഞ്ചസാരയും നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. പഞ്ചസാര നമ്മൾ നോൺ വെജ് റെസിപ്പിയിൽ അല്ലെങ്കിൽ ഇത്തരം റെസിപ്പീസിൽ ആഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാം നമ്മുടെ ഈ പൊടികൾ ചേർത്ത് അതിന്റെയും മുട്ടിന്റെയും എല്ലാത്തിന്റെയും ഒരു ഫ്ലേവർ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യാനാണ്. സോ അതും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അഥവാ താല്പര്യം ഇല്ല, മധുരമായിട്ടൊന്നും വരത്തില്ല, പക്ഷെ കറക്റ്റ് ഒരു ടേസ്റ്റിലാണ് ഇത് വരുന്നത്. അഥവാ നിങ്ങൾക്ക് ഇഷ്ടമല്ല അങ്ങനെ ചേർക്കുന്നതെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. സോ അതും ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും ഒരു 2 മിനിറ്റ്സ് കവർ ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കുക. അതെ, ഇതാണ് നമ്മൾ അടിപൊളിയാണ് നല്ല. ഇനി അടുത്തത് നമുക്ക് എങ്ങനെയാണ് പാലപ്പം ഉണ്ടാക്കുന്നത് നോക്കാം. സോ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ പാലപ്പ ചട്ടി വെച്ചു. അതിനുശേഷം അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ച ശേഷം നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. ശേഷം ആ ഒരു ലിഡ് ക്ലോസ് ചെയ്തിട്ട് അങ്ങനെ ഒരു 2 to 3 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. അപ്പൊ ഞാനിവിടെ മാവ് അരയ്ക്കുന്നതൊന്നും ആ ഒരു പ്രോസസ്സ് കാണിച്ചില്ല, അതൊരു കുറച്ച് ലോങ് വീഡിയോ ആണ്. അപ്പൊ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ യൂഷ്വലി പാലപ്പത്തിന്റെ പല വെറൈറ്റി ലൈക്ക് മുട്ടപ്പാലപ്പം അതല്ലെങ്കിൽ പൂ ഷേപ്പില് അങ്ങനെ പല പല വെറൈറ്റീസ് ട്രൈ ചെയ്യാറുണ്ട്. സോ അങ്ങനെ നമ്മൾ ഇന്നത്തെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് പാലപ്പവും ഉള്ളി റോസ്റ്റുമാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നെക്സ്റ്റ് ടൈം നിങ്ങൾ ആ പാലപ്പത്തിനായിട്ട് മാവ് അരയ്ക്കുന്ന സമയത്ത് എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം. താങ്ക് യു ഗൈസ്, ബൈ, ടേക്ക് കെയർ.